കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ചേലാട് കുറമുറ്റം മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കാട്ടാന ശല്യം മാത്രമല്ല മറ്റ് വന്യമൃഗശല്യവും രൂക്ഷമായൊരു സാഹചര്യമുണ്ട്. നിരവധി പേരുടെ ജീവനാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഇന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ജനരോഷം തന്നെയല്ലേ അവിടെ? മറ്റ് വിശദാംശങ്ങളും കൂടി. ജനരോഷത്തിന് ഇതുവരെ ഒരു അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാത്രി തന്നെ ഉടലെടുക്കുകയും അതിനുശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തി വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പാലിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം പ്രധാനമായും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അവർ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും ആ റോഡിന് വഴിവിളക്ക് വേണം, കൂടാതെ ഫെൻസിങ്, ഡ്രഞ്ച് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണങ്ങളെല്ലാം തന്നെ നടത്തണമെന്നുള്ളതാണ്. ഇതിൽ ഡ്രഞ്ചിന്റെ നിർമ്മാണം മാത്രമാണ്, അതിനുവേണ്ട ക്രമീകരണങ്ങൾ മാത്രമാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. മറ്റു നടപടികളൊന്നും തന്നെ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുമില്ല. നിലവിൽ ഇപ്പോൾ ഇന്നലെ ഈ ഒരു കാട്ടാനാക്രമണത്തിൽ മരിച്ചിട്ടുള്ള എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ പണിതീരാത്ത വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ വിങ്ങിപ്പൊട്ടുകയാണ് ആ മകന്റെ ചേതനേറ്റ ശരീരം കണ്ട്. പ്രധാനമായും ഈ ആന വളരെ രീതിയിൽ വികൃതമാക്കിയിരുന്നു ഈ ശരീരമാകെ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിലാണ് ആ മുഖമെല്ലാം തന്നെ ഇരുന്നിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുഃഖം ആ ഒരു കുടുംബത്തിനൊന്നാകെ അല്ലെങ്കിൽ ആ ഒരു നാടിനൊന്നാകെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിയോടുകൂടിയാണ് വീട്ടിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥനകൾ ആരംഭിക്കും. അതിനുശേഷം ഉടൻ തന്നെ മാർത്തോമ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ശേഷം ചേലാട് കുറുമറ്റം മാർത്തോമ ശ്മശാനത്തിലാണ് ഈ ഒരു സംസ്കാര പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അത് 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഒരു പ്രതിഷേധ പ്രകടനവും യോഗവും എല്ലാം തന്നെ ഈ ഒരു കോതമംഗലം കേന്ദ്രീകരിച്ച് നടത്താനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ആ ഒരു പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഒന്നാകെ ഉള്ളത്. പ്രധാനമായും ഈ കാട്ടാനാക്രമണം ഇത്രത്തോളം എത്തിയിട്ടും ഈ ഒരു ഇടപെടൽ, ഈ ഒരു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ കൃത്യമല്ല എന്നുള്ളതാണ് ഇപ്പോഴും അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. തുടർച്ചയായി ഇത്തരത്തിൽ ഈ കാട്ടാന സാന്നിധ്യം ഉണ്ടാകുമ്പോഴും പലപ്പോഴും പലതവണ ഈ ഉദ്യോഗസ്ഥരെടുത്ത് എന്ന് പറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയെ തുരത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലൂടെ രാത്രികാലങ്ങളിൽ പോലും ആളുകൾ കൂടുതലായി നടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അവിടെ നിരീക്ഷണം ശക്തമാക്കണം. ഏതെങ്കിലും തരത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം ജനങ്ങൾ കാലാകാലങ്ങളായി അല്ലെങ്കിൽ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്താനോ വനംവകുപ്പിനെ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു കാട്ടാന ആക്രമണം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ടായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സമാനമായ രീതിയിൽ 2 വർഷം മുമ്പ് ഇതിന് സമീപ പ്രദേശത്ത് ഒരു യുവാവിനെ കാട്ടാന കൊന്നിരുന്നു. അന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാവുകയും ഈ ആളുകൾ സംഘടിച്ചതിനെ തുടർന്ന് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്താമെന്നുള്ളൊരു ഉറപ്പ് വനംവകുപ്പ് നൽകുകയും ചെയ്തതാണ്. പക്ഷെ ആ ഒരു ഉറപ്പ് അവിടെ തന്നെ അവശേഷിക്കുന്നു. ആ ഒരു മൃതദേഹ സംസ്കാരത്തിന് ശേഷം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ പിന്നീട് ഉണ്ടാകുന്നില്ല, കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നില്ല. കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാഴായി പോകുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. ആ ഒരു പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം തുടരാൻ തന്നെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശരി സുബിൻ.